ഹലോ. കോൺ, കലോസിറ്റി, വാർട്ട് ഇത്യാദി സംഭവങ്ങൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്നത് പലപ്പോഴും പതിവാണ്. ഇവയ്ക്ക് വല്ല നദിയിലോ തടാകത്തിലോ മീനിന് അരി ഊട്ടിയാൽ ഇത് മാറും എന്നുള്ളൊരു പഴമൊഴി നമുക്കിടയിൽ ഉണ്ട്. എന്തുകൊണ്ട് ഇത്തരത്തിൽ പാലുണ്ണി, വാർട്ട്, കോൺ എന്നിവ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, ഇത് ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറൽ വകഭേദത്തിൻ്റെ സാന്നിധ്യം ബോഡിയിൽ ഉണ്ടാകുമ്പോഴാണ് സാധാരണ ഈ വാർട്ടും കോണും ഒക്കെ നമ്മുടെ ശരീരത്തുണ്ടാകുന്നത്. ഈ വൈറൽ ലോഡ് കുറയുമ്പോൾ ഇത് സ്വാഭാവികമായി കുറയും. വൈറൽ ലോഡ് കൂടുമ്പോൾ ഇത് സാധാരണയായിട്ട് കൂടും. ഇതിന് ആധുനിക വൈദ്യത്തിൽ ഈ കോട്ടറൈസേഷൻ അഥവാ കരിച്ചു കളയുക, അത് ലേസർ ഉപയോഗിച്ചോ ലിക്വിഡ് നൈട്രജൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ആസിഡ് ബേസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉപയോഗിച്ചിട്ടോ ഒക്കെ ഇതിനെ ഡിസ്ട്രക്റ്റ് ചെയ്ത് കളയുക എന്നുള്ള രീതിയാണ് സാധാരണ അവലംബിച്ചു വരുന്നത്. പക്ഷേ ഇതൊരിക്കലും ഒരു പരിഹാരം അല്ല എന്നുള്ളത് ഇത് അനുഭവിച്ചവർക്ക് അറിവും ബോധ്യവും വന്നിട്ടുള്ളതുമാണ്. പക്ഷേ സമാന്തര വൈദ്യശാസ്ത്രങ്ങളിൽ ചിലതിലൊക്കെ ഇതിന് ഫലപ്രദമായ ചികിത്സ ഉണ്ട് എന്നുള്ളത് മറ്റൊരു പരമാർത്ഥം. ഈ കോൺ എന്ന് പറയുന്നതും കലോസിറ്റി എന്ന് പറയുന്നതും രണ്ട് സംഭവമാണ്. ഈ കോൺ എന്ന് പറയുന്നത് ഈ ആണിരോഗം അതുമായി ബന്ധപ്പെട്ടതാണ്. അത് ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എൻ്റെ സാന്നിധ്യവുമായി തന്നെ ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഈ കലോസിറ്റി എന്ന് പറയുന്നത് അത് ഈ തഴമ്പ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ചെരുപ്പ് ഉപയോഗിച്ചിട്ട് തഴമ്പുണ്ടാകുക, അല്ലെങ്കിൽ പതിവായിട്ട് വെട്ടുകത്തി പിടിച്ച് വെട്ടുന്നവർക്ക് അങ്ങനെ ഒരു തഴമ്പുണ്ടാകുക, മൺവെട്ടി പതിവായിട്ട് ഉപയോഗിക്കുന്നവർ, ആക്സ് വിറക് കീറാനായിട്ട് കോടാലി ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാകുന്ന തഴമ്പുകളെയാണ് ഈ കലോസിറ്റികൾ എന്ന് പറയുന്നത്. എനിവേ, ഈ കാലിനകത്ത് ഈ കൈതക്കൂട് എന്നൊക്കെ പറയുന്ന ഈ ആണിരോഗം വന്നു കഴിഞ്ഞാൽ ആ ആളിൻ്റെ പോസ്ചർ തന്നെ വേരിയേഷൻ ഉണ്ടാകും. കാര്യം ഈ കാലിങ്ങനെ വേച്ച് മുടന്തി, വേദന കാരണം മുടന്തി നടക്കുന്നത് കൊണ്ട് ആളിൻ്റെ സ്പൈനൽ ഡീഫോമിറ്റിക്ക് പോലും ഇത് വഴിവെക്കും. അതുപോലെ തന്നെ ഇത് ഒരു ഇൻവേർട്ടഡ് ഡ്രോയിങ് പിന്നിൻ്റെ ഒരു സ്ട്രക്ചറാണുള്ളത്. അപ്പോൾ അകത്തോട്ട് ഒരു ഷാർപ്പ് എൻഡും പുറത്തൊരു ബ്രോഡ് എൻഡും ഉള്ളതുകൊണ്ട് ഓരോ തവണ കാല് മർദ്ദിക്കപ്പെടുമ്പോഴും ഈ ഇത് അകത്തോട്ട് കൊണ്ട് കയറുമ്പോൾ ഉണ്ടാകുന്ന വേദന അത് ഭാവനയിൽ പോലും ആർക്കും കാണാൻ കഴിയുന്നതല്ല. അപ്പോൾ ആണിരോഗം വന്നവൻ്റെ വേദന ആണിരോഗം വന്നവന് മാത്രമേ അറിയൂ. ഇത് എടുത്ത് കളയാനായിട്ട് ഒരു കോൺ പ്ലാസ്റ്റർ പോലുള്ള ഒരു സംഭവം നമ്മുടെ ഓൺ ദ കൗണ്ടർ മെഡിക്കൽ ഷോപ്പുകളിൽ കിട്ടും. ഒരു 5% പേർക്ക് ഇത് ഒരു പക്ഷേ ഉപകരിച്ചേക്കാം. ബാക്കി 95% പേരും, പ്രത്യേകിച്ച് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇത് പേസ്റ്റ് ചെയ്തിട്ട് പീൽ ചെയ്താൽ അത് അവിടെ ഒരു വലിയ തുള പോലെ ഒരു അൾസർ ഫോം ചെയ്യുകയും അത് പിന്നെ ആജീവനാന്തകാലം അത് ഉണങ്ങാതെ അതിങ്ങനെ ജീവിതത്തിനും ഒരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. എനിവേ, ഈ കോണും വാർട്ടും കലോസിറ്റിയും ഈ കോണ്ടൈലോമേറ്റയും ഒക്കെ വേർതിരിച്ചറിയുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അവയ്ക്ക് ഈ ഒറ്റമൂലി വൈദ്യങ്ങളും ഈ വെട്ടുമുറി വൈദ്യങ്ങളും ഒന്നും പരീക്ഷിക്കാതിരിക്കുക. ഇതിനെ കൂടുതൽ ശല്യപ്പെടുത്തി അതിനെ മോഡിഫൈ ചെയ്താൽ ഈവൻ ചിലപ്പോൾ അത് കാർസിനോജനിക് നേച്ചർ തന്നെ കാണിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യം വളരെ നിസ്സാരമായൊരു സംഗതിയാണെങ്കിലും അതിനെ വളരെ കാര്യഗൗരവത്തോടെ പരിഗണിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.